10 കണക്കിന് ഫൺ എന്നുള്ള റൗണ്ടിലേക്ക് പോവാണ് സ്റ്റാർ ജാമില്. Okay. I have 10 questions. Okay. And I have with me Roshan Andrews. Are you ready, sir? Ready. True or false എന്ന് മാത്രം പറയാം. 10 കണക്കിന് ഫൺ. കേരള പോലീസ് കുടവയറുണ്ട് എന്ന് വെറുതെ പറയാണ്. ട്രൂ ഓർ ഫാൾസ്? False. ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഉണ്ട്. എത്ര സ്ഥലങ്ങളിൽ കാണാം? എത്ര പോലീസ് പോലീസ് കുറച്ചൊരു സ്റ്റൗട്ട് ആയിട്ടില്ലേ? എനിക്ക് തോന്നുന്നില്ല, ഇപ്പോഴും ഉണ്ട്. ആർക്കാണ് കൂടുതൽ വയർ? ഡയറക്ടേഴ്സിന്, പോലീസ് ഡയറക്ടേഴ്സിന്. സ്വന്തം വയറിൽ അഭിമാനം കൊള്ളുന്നു. ട്രൂ ഓർ ഫാൾസ്? ട്രൂ. സിനിമയിലെ പോലീസുകാരായാൽ ഇംഗ്ലീഷ് പറയണം. ട്രൂ ഓർ ഫാൾസ്? ഫാൾസ്. അങ്ങനെ ഒരു ട്രെൻഡ് ഇല്ലേ മലയാളത്തില്? പക്ഷെ ഇവിടെ ട്രെൻഡ് ഉണ്ട്. എനിക്ക് പറയുമ്പോൾ ശരിയാണെന്ന് തോന്നുന്നു. എനിക്ക് പൃഥ്വിരാജ് ഇംഗ്ലീഷ് പറയുന്നുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. പൃഥ്വിരാജ് പറയില്ല. അവർ ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷ് പറയാറില്ലേ എന്ന് പറഞ്ഞ പോലെ സിനിമയിലെ ട്രെൻഡിൽ പറഞ്ഞേ പറ്റൂ എന്നുള്ള രീതിയിലുണ്ടോ? ഉണ്ടാവാം. പോലീസുകാർ റിയൽ ലൈഫിൽ പഞ്ച് ഡയലോഗ് പറയാറില്ല. പക്ഷെ സിനിമയിൽ പോലീസ് ആയാൽ പഞ്ച് ഡയലോഗ് പറയണം. ട്രൂ ഓർ ഫാൾസ്? ട്രൂ ആണ്. പറയണമെന്ന് പറഞ്ഞാൽ രീതിയിൽ ഇപ്പോൾ നടക്കുന്നത്. ഇപ്പം അത് ഞാൻ നേരത്തെ പറഞ്ഞത്, പോലീസിന്റെ റിയൽ പോലീസ് അല്ലല്ലോ ശരിക്കും കാണിക്കുന്നത്. സഞ്ജയ് ബോബയാണ് ഇന്ന് ഇൻഡസ്ട്രിയിലെ ഏറ്റവും നല്ല റൈറ്റേഴ്സ്. ട്രൂ. വൈസോ? വ്യത്യസ്തമായ തീമുകളെ പറ്റി അവർ ചിന്തിക്കുന്നു. നമ്പർ 1. എഴുത്തിന്റെ ശൈലി. നമ്പർ 2. പിന്നെ അവർ ചെയ്തിരിക്കുന്ന സിനിമകൾ അറിയാം. അവർക്ക് പിന്നിലുള്ള സംവിധായകർ എനിക്കറിയാം. സിനിമ കിട്ടാനായിട്ട്, അവർ സ്ക്രിപ്റ്റ് കിട്ടാനായിട്ട് അത്രയും ഡയറക്ടേഴ്സ് അവർ സ്ക്രിപ്റ്റിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ദാറ്റ് മീൻസ് ദേ ആർ ഡിമാൻഡഡ്, റൈറ്റ്? എന്റെ റിയൽ ലൈഫ് കഥ തന്നെയായിരുന്നു ഉദയനാണ് താരം. ട്രൂ ഓർ ഫാൾസ്? ട്രൂ. എന്നിട്ട് കഥ അടിച്ചു മാറ്റിയിട്ടിരുന്നില്ല. അതിലാരെന്നാണോ? ആ കഥയിൽ ആരാണ് റോഷൻ ആൻഡ്രൂസ്? ഉദയനാണ് താരത്തിൽ ഉദയഭാനു ആവാൻ ശ്രമിക്കുന്നു. സരോജ് കുമാറിനെ വീണ്ടും ഞാൻ സ്ക്രീനിൽ കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നു. ഞാൻ കണ്ടില്ല ആ സിനിമ. ഇനിയും കണ്ടില്ല? ഇല്ല. ആണോ? ഞാൻ ആ സിനിമ കാണില്ല. ഐ ഡോണ്ട് വാണ്ട് ടു സീ മൈ ക്യാരക്ടേഴ്സ് റേപ്ഡ് ബ്രൂട്ടലി. അങ്ങനെ കേട്ടുകൊണ്ട് എനിക്ക് ആ ക്യാരക്ടേഴ്സിന് അത്രയും മൃഗീയമായ രീതിയിൽ ചെയ്തു എന്ന് കേട്ടപ്പോൾ എനിക്കത് കാണാൻ തോന്നിയില്ല. ഫൈനൽ ക്വസ്റ്റ്യൻ, 10 കണക്കിന് ഫണ്ടിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ. കഷണ്ടിയാണ് മലയാള സിനിമയിലെ ഇപ്പോഴത്തെ ഭാഗ്യചിഹ്നം. ട്രൂ. ആണോ? ട്രൂ. ആ ഭാഗ്യചിഹ്നത്തിൽ റോഷൻ ആൻഡ്രൂസും പങ്കാളിയാവുന്നു. എടുത്തോളൂ. Well, thank you so much. That's Roshan Andrews with me on Club FM. Star Jam. 10 കണക്കിന് Fun. Hi, I'm Roshan Andrews with Shan. പോലീസിന്റെ സിനിമ എടുത്ത് പോലീസുകാരനാവാൻ ആശിച്ച ഒരു ഡയറക്ടറിനെ ഷാൻ ക്ലബ് FM ന്റെ സ്റ്റുഡിയോയിൽ നിന്ന് അറസ്റ്റ് ചെയ്യാണ്. Okay. അപ്പൊ ആരാ കള്ളൻ? അറസ്റ്റ് ചെയ്യാൻ പോണെന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് നോക്കട്ടെ. റോഷൻ ആൻഡ്രൂസ് ഒരു സിനിമ എടുക്കുന്നു എന്ന് പറഞ്ഞാൽ മീഡിയയ്ക്ക് അതൊരു ഹോട്ട് കേക്ക് ആണ്. ആദ്യം കേട്ടത് ആര്യ ആണ് എന്നാണ്, പിന്നെ കേട്ടത് ജയസൂര്യ ആണ് എന്നാണ്. ആര്യ എങ്ങനെ ജയസൂര്യായി? ആര്യായിരുന്നു ആദ്യം. ആര്യനെ ഒരു വേഷത്തിൽ വെച്ചിരുന്നു നമ്മൾ. ആര്യക്ക് കഥ ഇഷ്ടപ്പെട്ടാണ്. കാസനോവ അറിയാം. കാസനോവ ഒരു 2 years 3 years ആ സിനിമയുടെ പല ഇഷ്യൂസ് കൊണ്ട് നീണ്ടുപോയി. അപ്പോൾ ആ പറഞ്ഞ സമയത്ത് തീർന്നില്ല ആ സിനിമ. അപ്പോൾ ആ പറഞ്ഞ കഴിഞ്ഞ സെപ്റ്റംബർ തുടങ്ങേണ്ട സിനിമയായിരുന്നു മുംബൈ പോലീസ് 2012. അപ്പോൾ ആ സമയത്ത് ആര്യയുടെ ഡേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഡേറ്റ് മാറിപ്പോകുമ്പോൾ അദ്ദേഹം വേറെ പല പടങ്ങളിലേക്കും കമ്മിറ്റ്മെന്റ് ഉണ്ടാവില്ല അവർക്ക്. അങ്ങനെ അതിൽ ആര്യ ഈ സിനിമ ഒഴിവാക്കപ്പെട്ടാണ് ചെയ്തത്. പിന്നീടാണ് ജയനിലേക്ക് വന്നത്. മറ്റൊരു റൂമർ, പൃഥ്വിരാജ് ആയിരുന്നു ആദ്യം പ്രൊട്ടഗണിസ്റ്റ്, അത് കഴിഞ്ഞത് മമ്മൂട്ടിയായി, പിന്നെ പൃഥ്വിരാജായി. അങ്ങനെയൊക്കെ ഉണ്ടോ? ഉണ്ടാവാം, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. ഐ ഷുഡ് നോട്ട് ലൈ, റൈറ്റ്? ഉണ്ടായിട്ടുണ്ട്. വൈ? മമ്മൂട്ടി ആവേണ്ടിയിരുന്ന ഒരു പ്രൊട്ടഗണിസ്റ്റ് ആണോ അതോ പൃഥ്വിരാജ് ആവേണ്ടിയിരുന്ന പ്രൊട്ടഗണിസ്റ്റ്? 101% ഈ സിനിമ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഡിസിഷൻ 101% ആന്റണി മോസസ് ഷൂട്ട് ഫോർ പൃഥ്വിരാജ്, നോ ഡൗട്ട്. നിങ്ങൾക്ക് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എനിക്ക് വിശ്വസിക്കുന്നു. മമ്മൂക്കയല്ല ഇപ്പം അത് മമ്മൂക്ക ചെയ്യേണ്ട. ഞങ്ങൾ ആ ഒരു ഘട്ടത്തിൽ ഒരു സിനിമയുടെ കഥയുടെ രൂപീകരണമുണ്ട്. ആദ്യത്തെ രൂപീകരണ സമയത്ത് മമ്മൂക്കയായിരുന്നു. മമ്മൂക്ക എടുത്ത് കഥ പറയുകയൊക്കെ ചെയ്തതാണ്. പിന്നീട് അതിനുശേഷം കഥ പിന്നെയും മുൻപോട്ട് പോയപ്പോൾ കഥയിലിരുന്നപ്പോൾ യങ്സ്റ്റേഴ്സ് ആയാൽ പോലീസ് ഓഫീസേഴ്സ് ആയാൽ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ചിന്ത ഞങ്ങളുടെ മനസ്സിൽ കയറി. അങ്ങനെയാണ് പൃഥ്വിരാജും ജയസൂര്യയും റഹ്മാനൊക്കെ വരുന്നത്. റഹ്മാൻ ഭയങ്കര അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ് മലയാളത്തിൽ. ആർക്കാണ് വാല്യൂ? ഞാൻ തിരിച്ചു ചോദിക്കുക. അങ്ങനെയൊന്നുമില്ല, സിനിമയ്ക്കാണ് വാല്യൂ. റഹ്മാൻ ഈസ് എ വെരി ടാലന്റഡ് ആക്ടർ. അയാൾക്കുള്ള സ്പേസ് കൊടുത്തിട്ടില്ല. ആ സ്പേസ് കൊടുക്കൂ ഏതൊരു ആക്ടർക്കും സ്പേസ് കൊടുക്കുന്നത് അയാൾ ചെയ്യുന്ന റോളുകളാണ്, അല്ലെങ്കിൽ ആ ക്യാരക്ടേഴ്സാണ്. ആ ക്യാരക്ടേഴ്സ് അവർ നിന്ന് സംസാരിച്ച് പ്രവർത്തിച്ച് വരുമ്പോഴാണല്ലോ അവരൊരു ഹോട്ടായി മാറുന്നത്. അപ്പോൾ ആ റഹ്മാന് ഒരു കാലഘട്ടത്തിൻ്റെ ഒരു കാലഘട്ടത്തിൻ്റെ നടനാണ് റഹ്മാൻ. ഒരു കാലഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്നും ഒരു മധുരക്കിനാവിൽ നിന്നുള്ള പാട്ട് കേൾക്കുമ്പോഴും നമ്മൾ ആ റഹ്മാൻ്റെ സ്റ്റെപ്സും ഒക്കെ നമ്മൾ ഇന്നും മനസ്സിൽ. അപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ടാലൻ്റ് ഉണ്ടായത് കൊണ്ടായിരിക്കുമല്ലോ
മനസ്സിൽ എത്രയും ജനങ്ങളിലൊരു ഇതുണ്ടായിരുന്നു. ബട്ട് സിനിമയ്ക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടോ, പെട്ടെന്ന് മറക്കും? സിനിമയ്ക്ക് ഇപ്പം എൻ്റെ മുമ്പിലിരിക്കുന്ന ഷാനായിരിക്കും നാളത്തെ ഇന്ത്യയിലെ ഏറ്റവും നല്ല ഫിലിം മേക്കർ. ചിലപ്പോൾ എനിക്കിങ്ങോട്ട് റൂം കാണിച്ചെന്ന് കൊണ്ടുവന്ന ആളായിരിക്കും ചിലപ്പോൾ നാളെ മലയാള സിനിമയിലെ വലിയൊരു നടി. സിനിമയിൽ ആൾ എന്താവുമെന്ന് ആർക്കൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് ഒരാളെയും ജഡ്ജ് ചെയ്യാൻ, സിനിമയിൽ ജഡ്ജ് ചെയ്യാൻ സാധിക്കില്ല. അതാണോ റോഷൻ ആൻഡ്രൂസ് സിനിമയെ കുറിച്ച് പഠിച്ചത്? 101% അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി സംഭവിക്കാൻ പോണത് തന്നെ. ഹായ്, ഐ എം റോഷൻ ആൻഡ്രൂസ് വിത്ത് ഷാൻ. ഇനിയാണ് മോസ്റ്റ് ഡേഞ്ചറസ് ക്വസ്റ്റ്യൻ ഓഫ് സ്റ്റാർ ജാം. ഓക്കെ, എന്റെ കൂടെ ഉണ്ട് റോഷൻ ആൻഡ്രൂസ്. ആർ യു റെഡി സർ? റെഡി. യു ആർ അണ്ടർ അറസ്റ്റ്. വീണ്ടും ഇറങ്ങി വെക്കുന്നു. ഓക്കെ. ഒരു ചിത്രത്തിനെ വാഴ്ത്തി പാടുന്നതും കൊന്നു കുഴിച്ചു മൂടുന്നതും കാണികളാണ്. ട്രൂ. ആൻഡ് കഴിഞ്ഞ സീസണിൽ ഇറങ്ങിയ ഒരു മൂവി ഒരുപാട് മലയാളികൾ ഒരുമിച്ച് വാഴ്ത്തി പാടുകയും ആരോ ഒരാൾ ഫേസ്ബുക്കിൽ ഇത് ഇന്ന ഭാഷയിൽ നിന്ന് വന്നൊരു ചിത്രം പോലെയാണ് എന്ന് പറഞ്ഞ ഉടനെ എല്ലാവരും ഇത്രയും കാലം പൊക്കി പിടിച്ച പടത്തിനെ പിടിച്ച് താഴെ ഇടുകയും ചെയ്തു. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഏതൊരു ഫിലിം മേക്കറും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? അല്ല, അത്രയും കാര്യങ്ങൾക്ക് പോകാണ്ടിരിക്കുക ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ അത് നമ്മൾ ആദ്യം തന്നെ പറയാം ഞാൻ ഇന്ന സിനിമയിൽ നിന്നാണ് ഇതെടുത്തിരിക്കുന്നതെന്ന് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇത് പറയാതെ ഇന്ന സിനിമയിൽ നിന്ന് എടുക്കാതെ ഒന്നും പറയാതെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ട് എൻ്റെ സിനിമയാണ്, ഞാൻ സൃഷ്ടിച്ചാണ് എല്ലാം എന്ന് പറയുന്ന കള്ളത്തരങ്ങൾ ഒഴിവാക്കിയാൽ നന്നായിരിക്കും. നമുക്ക് പറയാം ഞാൻ ഇന്ന സിനിമ ഇതിനെ പ്രയോജിച്ചിട്ടുണ്ട്, ഇൻസ്പയർഡ് ബൈ ദിസ് ഫിലിം എന്ന് വേണം പറഞ്ഞോട്ടെ അവർ. അല്ലെങ്കിൽ അത് ചെയ്തതിന് ശേഷം, ഇതെല്ലാം എടുത്തതിന് ശേഷം ആൾക്കാരെ പൊടിയിടുമ്പോഴത്തേക്കാണ് ഈ പ്രോബ്ലം വരുന്നത്. ബട്ട് ഇതിൽ ആരുടെ സെൻസിബിലിറ്റിക്കാണ് പ്രോബ്ലം? അതായത് ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റിനെ വാഴ്ത്തുകയാണോ വേണ്ടത്, അതോ അതിനൊരു പ്രചോദനം ഉണ്ട് എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുകയാണോ വേണ്ടത്? ഇപ്പം ഒരു സിനിമ, ഇപ്പം സിനിമ പാരഡൈസോ എന്നുള്ള സിനിമ ഞാൻ അതേപടി തന്നെ പകർത്തി വെച്ചിട്ട് ഞാൻ പറയണം ഞാൻ കണ്ടെത്തിയ സിനിമയാണ്, ഞാൻ ചിന്തിച്ച കഥയാണ്, ഞാൻ എൻ്റെ ഷോട്ട് ബൈ ഷോട്ട് എല്ലാ തരത്തിലും ഞാനിവിടെ ചെയ്ത് അതേപടി ഞാൻ കോപ്പി അടിച്ച് വെച്ചിട്ട് ഞാൻ പറയുകയാണിത് എൻ്റെ സിനിമയാണെന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് വെരി റോങ്. അതിനെ വാഴ്ത്തി കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഇത് അറിഞ്ഞത് ഇത് തന്നെയായിരുന്നു അതെന്ന് വെച്ചാൽ താഴെ വീഴും. അപ്പോൾ ഇതിന് ക്രാഫ്റ്റ് ഇല്ലേ? ഒരിക്കലും. എങ്ങനെയാണ് ക്രാഫ്റ്റ്? അത് ക്രാഫ്റ്റ് അല്ല, അത് ഇറ്റ്സ് നോട്ട് കോൾഡ് ക്രാഫ്റ്റ്, ഇറ്റ്സ് കോപ്പിങ്. ഏതൊരു സിനിമ ഇറങ്ങുമ്പോഴും മേക്കർ പോലും പ്രതീക്ഷിക്കാത്ത ഒരു സാമ്യത മറ്റൊരു സിനിമയിൽ നിന്ന് കണ്ടുപിടിക്കാൻ കാണി റെഡി ആവുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ടെൻഡൻസി ഇപ്പം അങ്ങനെയുണ്ട്. ഇപ്പോൾ അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഈ സിനിമയുടെ ട്രെയിലർ വന്നപ്പോൾ തന്നെ 10 സിനിമകളുടെ പേര് അവർ എഴുതി. അപ്പോൾ വേറൊരാൾ ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ എന്ത് ഇതിനെക്കുറിച്ച് പറഞ്ഞു, സിനിമ വരട്ടെ എന്നിട്ട് സംസാരിക്കും. എനിക്കതിനെ പറയുന്നത് സിനിമ വന്നതിന് ശേഷം പറഞ്ഞു ഇത് ഏകദേശം മറ്റേനോട് ഒരു പാട്ട് കേട്ടാൽ, നടന്നു പോയാൽ, സംസാരിച്ചാൽ, ഒരു ഡയലോഗ് പറഞ്ഞാൽ ഒക്കെ ആൾക്കാർ ഇതിനു വേണ്ടി നിൽക്കുകയാണ്, കാത്തിരിക്കുകയാണ്. ഇതാണോ, ഇതാണോ, യു ഷുഡ് എൻജോയ്. പക്ഷെ ഒരു ടോട്ടൽ സിനിമയെ അതേപടി കോപ്പി അടിച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് റോങ്. സോ മുംബൈ പോലീസിനെതിരെ അങ്ങനെ ഒരു കേസ് വരുമോ? അങ്ങനെ വന്നാൽ ഞാൻ ഈ സിനിമ സംവിധാന പരിപാടി നിർത്താം. സിനിമ സംവിധായകൻ എന്ന് പറയുന്ന ജോലി ഞാൻ നിർത്താം. സീരിയസ്ലി? 100%. യൂട്യൂബിനും ഫേസ്ബുക്കിനും പേടിക്കണോ മുംബൈ? ഇല്ല, നോ, നെവർ എവർ. ഇല്ല. നിങ്ങൾ ഇത് ഇട്ടോളൂ. ഇത് നിങ്ങൾ അതിൽ എൻ്റെ ഈ ഇന്റർവ്യൂ ഷാൻ, യു പുട്ട് ഇറ്റ് ഓൺ ഫേസ്ബുക്ക് ആൻഡ് യൂട്യൂബ്. ആൻഡ് ഇഫ് എ പേഴ്സൺ പ്രൂവിങ് ദാറ്റ് ദിസ് ഫിലിം ബിലോങ്സ് ടു ദിസ് ഫിലിം എന്ന് പറഞ്ഞാൽ 101% I will stop direction. Well, Roshan Andrews, the man with a spine, the man with a lot of guts, ende kode undu on Star Jam. Thank you so much, Tan Kanakinu. Fun. Star Jam with RJ Sean. ഇന്ന് എൻ്റെ കൂടെ റോഷൻ ആൻഡ്രൂസ് ആണ് സ്റ്റാർ ജാം എന്ന ഷോയിൽ. വെൽക്കം ബാക്ക് സർ. താങ്ക് യു. ആൻഡ് 3 hours എങ്ങനെ ഉണ്ടായിരുന്നു റോഷൻ ആൻഡ്രൂസ് സീസൺ 2? ഷാൻ കുറച്ച് മെച്ചൂർഡായിട്ടുണ്ട്. കുട്ടി വലുതായിട്ടുണ്ട്. ചോദ്യങ്ങളൊക്കെ കൊള്ളാം. ഇത് എവിടെ പഠിച്ചതൊക്കെ എവിടെ പോയിട്ട് പഠിച്ചത്? പക്ഷെ ഞാൻ വിചാരിച്ചത് കഴിഞ്ഞ പ്രാവശ്യം പാർട്ട് 2 എന്ന് പറഞ്ഞുകൊണ്ടാണ്. എപ്പോഴും പാർട്ട് 1 എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ഉണ്ടാവണം പാർട്ട് 2 അല്ലേ? അപ്പൊ പാർട്ട് 1 എൻഡ് ചെയ്തത് അടുത്ത പടത്തിൽ എന്നെ പ്രതീക്ഷിക്കാവോ എന്ന് വെച്ചിട്ട് എൻഡ് ചെയ്തത്. നിങ്ങളെ ചോദിച്ചില്ല. അതിൻ്റെ അർത്ഥം നിങ്ങൾ മെച്ചൂർഡായി. കാരണം നിങ്ങൾക്കറിയാം ഒരിക്കലും നിങ്ങൾ അഭിനയിക്കാൻ പോണില്ല. അതുകൊണ്ട് ആ മെച്യൂരിറ്റിയെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. ഷാൻ, ഐ ലവ് യു ഷാൻ. കാരണം നിങ്ങൾ ആ മെച്യൂരിറ്റിയോട് നിങ്ങൾ അത്രയും മെച്യൂർഡായി. അങ്ങനെ ചോദിക്കരുത്, അങ്ങനെ പറയരുത്. അടുത്ത സിനിമയിലെങ്കിലും നമുക്ക് ഇങ്ങനെ പോവാം. അങ്ങനെ എപ്പോഴെങ്കിലും നമ്മൾ വരുമ്പോ ഷാൻ ഇവിടെ ഇരുന്ന് വീണ്ടും അടുത്ത പടത്തിലേക്ക് പറഞ്ഞിട്ട് നമുക്ക് ഒരു സംശയം, വീണ്ടും ഒരു സസ്പെൻസ് ത്രില്ലർ മലയാളത്തില് എന്താണ് അക്കോർഡിംഗ് ടു യു ത്രില്ലർ എന്ന് പറഞ്ഞാൽ? ത്രില്ലർ, ദ ലോട്ട് ഓഫ് ഡിഫറെന്റ് ജോണേഴ്സ് ഇൻ സിനിമ. ഈ ത്രില്ലിംഗ് എന്ന് പറയുന്ന സംഗതി, ത്രിൽ എന്ന് പറയുന്ന സംഗതി വരുന്നത് എവിടെയാ? ഞെട്ടുമ്പോഴോ? അല്ല, ത്രില്ലിംഗ് എന്ന് പറയുന്ന സംഗതി നമ്മൾ ജനറേറ്റ് ചെയ്യാണ്. അത് ഇപ്പം ഏറ്റവും ത്രില്ലിംഗ് ആയിട്ടുള്ള മൂവ്മെന്റ് ആണ് എനിക്ക് സൈക്കോയിലെ ഡെത്ത് സീക്വൻസ്, ഹിച്ച്കോക്കിയൻ തിയറിയാണ്. എനിക്ക് ഹിച്ച്കോക്കിനോടാണ് ത്രില്ലർ എന്താണെന്ന് നമ്മളെ
കാണിച്ചു തന്നിരിക്കുന്ന സംവിധായകനാണ്. ത്രില്ലറിന് ഇതാണ് ത്രില്ലർ എന്നുള്ള ഒരു വാക്കില്ല അതിൽ, മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഹിച്ച്കോക്കിയൻ തിയറീസ് ഉണ്ട്, അദ്ദേഹം എഴുതിയിരിക്കുന്ന പുസ്തകങ്ങളുണ്ട്, അദ്ദേഹം ചെയ്തിരിക്കുന്ന സിനിമകളുണ്ട്, ഒക്കെയുണ്ട്. എന്നെ സംബന്ധിച്ച് മുംബൈ പോലീസ് എന്ന് പറഞ്ഞ സിനിമ, ബോബി സഞ്ജയുടെ സ്ക്രീൻ പ്ലേ, എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ സുഹൃത്തുക്കളായതുകൊണ്ടും അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ദ ബെസ്റ്റ് സ്ക്രിപ്റ്റ് ദേ എവർ റിട്ടൺ. അവർ എഴുതിയതിൽ ഏറ്റവും മനോഹരമായ സ്ക്രീൻ പ്ലേ ആണ് ഈ സിനിമയെന്ന് എനിക്ക് തോന്നുന്നു. ദ ബെസ്റ്റ് സ്ക്രീൻ പ്ലേ. ഒന്നുറപ്പാണ്, ഈ സിനിമ നിങ്ങളുടെ കണക്കുകൂട്ടലുകളെ തെറ്റിച്ചേക്കാം. ഈ ഇന്റർവ്യൂവും കുറെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു എന്ന്. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. 17x23 എത്ര? എൻ്റെ കാൽക്കുലേറ്റർ ഇല്ലേ, മോഡേൺ ലൈഫിലല്ലേ കണക്കുകൂട്ടൽ അറിയോന്ന് പറഞ്ഞത്. ആ കണക്കുകൂട്ടലല്ലേ ഇത്? അത് തെറ്റിക്കാറേ ഉള്ളല്ലേ സ്ഥിരം. അതെ, നമുക്ക് അതെ കണക്കുകൂട്ടലുകളെ തെറ്റിച്ചേക്കാം. ടൺ 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 കണക്കിന്, ടൺ 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 കണക്കിന്, ടൺ 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 കണക്കിന് ഫൺ.